തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ തിരുമല അനിൽ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക ക്രമക്കേടുണ്ടായെന്ന് സഹകരണ ബാങ്കിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ബാങ്കിന്റെ സർക്കുലർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പലിശ നൽകിയതിൽ 14 ലക്ഷം രൂപ സഹകരണ സംഘത്തിന് നഷ്ടമുണ്ടായി. അനുമതിയില്ലാതെ സി ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയതിൽ 2.5 കോടി രൂപ കുടിശ്ശികയായി. സംഘത്തിന്റെ പൊതുഫണ്ട് നഷ്ടപ്പെടുത്തിയത് വഴി 12 ലക്ഷത്തിന്റെ ക്രമക്കേട് നടന്നു. തിരുമല അനിൽ 3.5 ലക്ഷം രൂപ സഹകരണ സംഘത്തിലേക്ക് തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നു. റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ട്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഇതിൻ്റെയൊക്കെ ടെൻഷനിലാണോ ഇദ്ദേഹം സൂയിസൈഡിൻ്റെ വഴി തിരഞ്ഞെടുത്തത് റിനു? തീർച്ചയായും SKN, തിരുമല അനിൽ കൗൺസിലർ ആത്മഹത്യ ചെയ്തത് അദ്ദേഹം പ്രസിഡന്റായിട്ടുള്ള ഫാം ടൂർ സഹകരണ സംഘത്തിലെ ക്രമക്കേട് ഒപ്പം നഷ്ടം സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നുള്ളതാണ് നിലവിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പും അത് സ്ഥിരീകരിക്കുന്നു. ഇപ്പോൾ സഹകരണ വകുപ്പ് 2025 ഈ ഫാം ടൂർ സഹകരണ സംഘത്തിൽ നടത്തിയ പരിശോധന റിപ്പോർട്ടാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ ഇതിലെ നഷ്ടക്കണക്ക് കൃത്യമായി തന്നെ വിവരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബാങ്കിന്റെ സർക്കുലറിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് 14 ലക്ഷം രൂപ പലിശ നൽകി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം ബാങ്കിൽ താൽക്കാലിക നിയമനം നടത്തുകയും കളക്ഷൻ ഏജന്റുമാരെ നിയമിക്കുകയും അവർക്ക് കമ്മീഷൻ നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 18 ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അനുമതിയില്ലാതെ പൊതുഫണ്ട് നഷ്ടപ്പെടുത്തിയത് വഴി 12 ലക്ഷത്തിന്റെ ഒരു ക്രമക്കേട് നടത്തിയതായും കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം അനുമതിയില്ലാതെ സി ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയതിൽ 2.5 കോടി രൂപയുടെ ക്രമക്കേടാണ് ഈ ബാങ്കിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. ഒപ്പം സംഘം പ്രസിഡന്റ് അനിൽകുമാർ 3.25 ലക്ഷം രൂപ തിരിച്ച് അടയ്ക്കാനുണ്ട് എന്നുള്ള ഒരു കാര്യവും ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ തുകയെല്ലാം തന്നെ സെക്രട്ടറിയുടെയും ഭരണസമിതി അംഗങ്ങളുടെയും പ്രസിഡന്റിന്റെയും കയ്യിൽ നിന്ന് പലിശ അടക്കം ഈടാക്കണം എന്നുള്ള ഒരു കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പാണ് സഹകരണ വകുപ്പ് അന്വേഷണം നടത്തി സ്വരൂപിച്ചത്. അതിനെ തുടർന്നുള്ള ഒരു തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് അനിൽകുമാർ ഈ കടം നൽകിയത് വായ്പ നൽകിയവരുടെ ഒക്കെ തന്നെ അടുത്ത് എത്തി കൃത്യമായി സഹായിക്കണം, തിരിച്ചടയ്ക്കണം, ഒപ്പം BJP നേതാക്കളുടെ അടുത്തെത്തി സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. പക്ഷേ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ആരോപണം. തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.